ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആഴങ്കൽ വാഗ്ബേ എന്ന ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. കരമനയാറിൻ്റെ തീരത്തായിട്ടാണ് ഈ ഒരു സ്പോട്ടുള്ളത് കേട്ടോ. അധികം ആർക്കും അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് അറിയുന്ന ഒരു സ്പോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ പോയ ടൈമിൽ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് പോലും ഞങ്ങളിവിടെ അങ്ങനെ പോയിട്ടില്ലായിരുന്നു. എപ്പോഴും അതുവഴി പാസ് ചെയ്ത് റോഡിൽ നമ്മളിങ്ങനെ പോകുമ്പോഴും ജസ്റ്റ് ഒരു പാർക്ക് എന്നതിനുപരി നമുക്ക് അവിടെ കുറച്ച് നേരം പോയിരിക്കാം എന്ന ഒരു ഇത് മാത്രമേ നമുക്ക്. അപ്പോൾ ഒരു ദിവസം, ഒരു അവധി ദിവസം ഞങ്ങൾ വിചാരിച്ചു കുട്ടികളെയും കൂട്ടിയൊന്ന് പോയേക്കാം. പക്ഷേ ഉള്ളിലേക്ക് കയറും തോറും നമുക്ക് ഇത്രത്തോളം ഒരു അടിപൊളി സ്പോട്ടാണെന്ന് നമുക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കുറച്ച് സ്ഥലത്തേക്ക് കുറച്ച് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ചെയ്തിട്ടേക്കുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ കുറച്ച് നേരം പോയി ഇരുന്നിട്ടൊക്കെ വരാം കുട്ടികളെയും കൂട്ടിയിട്ട്. അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതിനകത്തേക്ക് ഈ പേര് പോലെ തന്നെ ആഴങ്കൽ വാഗ്വേ, അതായത് വാഗ്വേ നമുക്ക് നടക്കാനുള്ള പാത മാത്രമാണ് കേട്ടോ. കയറി വന്ന് കുറച്ച് സ്ഥലത്തേക്ക് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കരമനയാറ്റിൻ്റെ സൈഡിലൂടെയുള്ള പാതയോരത്തൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള, രാവിലെ സമയത്തൊക്കെ ഒരുപാട് പേര് വാക്കിങ്ങിനായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. രാവിലെ ഒരുപാട് പേര്, അതുപോലെ ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ നമുക്ക് കുറച്ച് റിലാക്സേഷനായിട്ടിരിക്കും. നല്ല നദിയുടെ തീരത്ത് ഇതുപോലൊരു സ്പോട്ട്, അതും നമ്മുടെ സിറ്റിയിൽ തന്നെ ഇതുപോലൊരു സ്പോട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല വ്യൂ ഒക്കെയാണ്. പക്ഷെ നമുക്ക് പോലും ഇതിനകത്തോട്ട് കയറിയപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത്രത്തോളം നടക്കാനുണ്ടെന്നൊക്കെ അറിയുന്നത് കേട്ടോ. അത്ര മനോഹരമായിട്ടുണ്ട്. പക്ഷേ അധികം തിരക്കില്ലായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു. ഒരു 10 മണിക്ക് ശേഷമാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും അധികം തിരക്കായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രാവിലെ ഒരുപാട് പേര് ഇവിടെ നടക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഈവനിങ് ടൈമിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നേരം വന്ന് വെറുതെ ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇതൊക്കെ കരമനയാറിൻ്റെ തീരത്തായതുകൊണ്ട് തന്നെ ഇതുപോലെ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും കുറച്ച് റിലാക്സേഷൻ, കുറച്ച് സമാധാനമായിട്ടൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ആഴങ്കൽ വാഗ്ബേ എന്ന് പറയുന്നത്. അധികം എന്താ പറയുക, വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. ഈ ഒരു വ്യൂ ഒക്കെ സൂപ്പറാണ് കേട്ടോ. നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. നമ്മൾ കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ചധികം ഉള്ളിലേക്ക് നടന്ന് ചെല്ലണം. അവിടെ നടന്ന് ചെല്ലുന്ന സമയത്ത് അവിടെ കുറച്ചൊരു ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പോയി നമ്മൾ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തു. കുറച്ചധികം നേരം ഇരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അവരൊക്കെ കുറച്ച് നേരം കളിച്ചു. പിന്നെ നമുക്ക് ആ കടവിലേക്ക് ഇറങ്ങാനുള്ള ഒരു സ്ഥലം കൂടിയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം. പിന്നെ അധികം കുട്ടികളെ കൊണ്ടുവരുന്നവരൊക്കെ ശ്രദ്ധിക്കാം. നമുക്ക് അറിയത്തില്ലാത്ത സ്ഥലത്തൊന്നും നമ്മളങ്ങനെ പുഴയിലോട്ടൊന്നും ഇറങ്ങാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ കളിക്കാനായിട്ടുള്ള ഒരു സ്പേസും ഒക്കെ ഉണ്ട്, ഇരിക്കാനും എല്ലാം. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. അധികം ആർക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് മാത്രം അറിയാവുന്നൊരു സ്പോട്ടാണ്. ഇതൊരു അടിപൊളി ഏരിയ തന്നെയാണ് കേട്ടോ. നമുക്ക് കുറച്ചധികം സമയം വന്നിരിക്കാനും സമാധാനമായിട്ടിരിക്കാൻ. ഞാൻ എപ്പോഴും സമാധാനം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും പീസ്ഫുള്ളായിട്ട് ഇരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലേ. ജോലിയുടെ തിരക്കും ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് വന്നാൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സേഷൻ ആവും. അപ്പം ഇതൊരു പ്രോപ്പർ സിറ്റിയുടെയും തിരക്ക് പിടിച്ചൊരു സ്ഥലത്താണ് ഇങ്ങനെയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഇതിന് നേരെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിറയെ വണ്ടികളും ബഹളങ്ങളും ഒക്കെ ഉള്ളൊരു ഏരിയയാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് നിന്ന് അത്രയും നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് നല്ലതായിട്ട് കാണുമ്പോഴേ ആ ഒരു ഭംഗി നമുക്കറിയത്തുള്ളൂ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷേ ഇത്ര അടുത്ത് കിടന്നിട്ട് നമ്മൾ അത്രയും അടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. കരമനയാണ് കേട്ടോ. ഈ ഞാൻ സ്പോട്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കരമനയാണിത്, ഈ ഒരു ആഴങ്കൽ വാഗ്ബേ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വരാൻ ഒരുപാട്, നമ്മൾ എന്നും ഇതുവഴി ഇങ്ങനെ ഓരോ കാര്യത്തിനായിട്ടൊക്കെ പോകുമ്പോൾ അവിടെ വരണം എന്ന് വിചാരിച്ച് പോയിട്ട് പക്ഷെ വരാൻ പറ്റാത്തൊരു സ്ഥലം. പക്ഷെ അത് നമുക്ക് എന്താ നമ്മൾ ഇത്രയും ലേറ്റായെന്ന് വിചാരിച്ചു. ഇതിനകത്ത് കയറിയപ്പോഴാണ്, ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് നമുക്ക് ഇത്രയും നല്ലൊരു സ്ഥലം നമ്മൾ മിസ്സായല്ലോ. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യും, പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന സ്ഥലമായിരിക്കും നമ്മളെപ്പോഴും നല്ല നല്ല സ്ഥലങ്ങൾ മിസ്സാവുന്നത്. അതുപോലൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട്. നിങ്ങൾക്ക് ഇതുപോലെ കാമാൻ ക്വയറ്റായിട്ട് വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഒരുപാട് പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോർണിംഗ് വാക്കിന്, പിന്നെ ഇവിടെ യോഗ
സെൻ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ അതിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതുപോലെ ഉണ്ട്, ഇതുപോലെ നടക്കാൻ വേണ്ടി മാത്രം കേട്ടോ, വണ്ടിയൊന്നും ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷമുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇരിക്കാനുള്ളൊരു ഏരിയയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഇരിക്കാം കുറച്ചൊരു പിന്നെ കുറേ കുട്ടികൾ റീൽ എടുക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മളിവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാം റീൽസിനായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിതാ അവിടെ വന്നിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത ഈ ഒരു വ്യൂ സൂപ്പറാണ് കേട്ടോ. നേരിട്ടുണ്ട് ഇവിടെയാണ് അവരുടെ സോങ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളത് കുറേ നേരം കണ്ടു. പക്ഷേ ഈ വീഡിയോയിൽ ഞാനത് അവരത് ഇൻസ്റ്റഗ്രാം റീലായിട്ട് നമ്മളത് ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അവരത് ഇൻസ്റ്റഗ്രാം റീൽസായിട്ട് എടുത്തത്. ഒരു സൂര്യയുടെ ഒരു ഫേമസ് സോങ് ആയിരുന്നു കേട്ടോ അവർ ചെയ്തത്. അതൊക്കെ എന്തായാലും ആ ഒരു വീഡിയോയിൽ അടിപൊളിയായിട്ട് വരും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ കുറച്ച് ഇത്രയും ആൾക്കാരാണ് വന്നത്. കുറേ സമയം ഈ ഒരു സ്റ്റെപ്പിലൊക്കെ ഇരുന്നത് ഇവിടെയൊക്കെ കണ്ട് ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വെള്ളം കുറവാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. ഇതുപോലുള്ള സ്ഥലങ്ങൾ വെള്ളങ്ങളിലൊക്കെ ചെന്ന് ഇറങ്ങി കുട്ടികളെ കൊണ്ട് വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണമല്ലോ. കുട്ടികളൊക്കെ ചെന്ന് ഇറങ്ങി കൊടുക്കുക, അവർക്ക് അറിയത്തില്ലല്ലോ അതിൻ്റെ ആഴം എത്രത്തോളം. അതുകൊണ്ട് ഞങ്ങൾ അധികം അങ്ങോട്ടൊന്നും ഇറങ്ങാനൊന്നും സമ്മതിച്ചില്ല. പിന്നെ അവരെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാല് നനയിപ്പിച്ചു. ഇതിങ്ങനെ കിടക്കുന്നെങ്കിൽ നമുക്ക് അറിയത്തില്ല ഇവിടെ എത്രമാത്രം ആഴമുള്ള സ്ഥലമാണെന്ന്. അറിയാത്ത പുഴയിലകളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ. അറിയാത്ത സ്ഥലത്ത് നമുക്ക് എത്രമാത്രം അതിൻ്റെ ആഴമോ അതിനെക്കുറിച്ചൊന്നും അറിയാത്ത സ്ഥലത്ത് ഒരിക്കലും നമ്മൾ ഇറങ്ങാൻ പാടില്ല. നമ്മളൊരു കൗതുകത്തിന്, നമുക്ക് ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി കളിക്കാനൊക്കെ ചെയ്യും. പക്ഷെ ഒരിക്കലും നമ്മൾ ജീവൻ വെച്ചിട്ടൊരു കളിക്ക് നമ്മൾ നിൽക്കരുത്. അത് മാത്രമാണ് എനിക്കിതിലൂടെ പറയാനുള്ളത്. നമുക്ക് ദൈവം നൽകിയൊരു ജീവൻ അത്രമാത്രം വിലപ്പെട്ടതാണ്. നമ്മൾ ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമുക്കൊരു പരിചയമില്ലാത്ത പുഴയിലൊക്കെ കുളിക്കാൻ ഇറങ്ങും. അതുപോലെ തന്നെ കൂട്ടുകാരത്ത് കുറച്ച് നേരം നമുക്ക് എൻജോയ്മെൻ്റ് എന്ന് പറയുന്ന രീതിയിലൊക്കെ ഇറങ്ങും. പക്ഷെ അത് വലിയ അപകടങ്ങളിലേക്ക്, നമുക്ക് എപ്പോഴും പരിചയമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് സ്വിമ്മിങ് ഒക്കെ അറിയാമെങ്കിൽ ഓക്കെ, നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ. അതല്ല, ഒട്ടും പരിചയമില്ലാത്ത ഇതുപോലുള്ള പുഴകളിലും കടലിലൊന്നും ചെന്ന് ഇറങ്ങരുത്. ആർക്കും ഒരിക്കലും ഒരു അപകടവും പറ്റാതിരിക്കട്ടെ. ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നിട്ട് നമുക്കത് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ലേറ്റ് ആയതിലൊരു വിഷമമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ടർഫും ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. കുട്ടികൾക്കൊക്കെ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് തന്നെയാണല്ലേ. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. ഞാൻ കൂടുതലായിട്ടും ഈവനിങ് ടൈം ആയിരിക്കും ഫാമിലിക്ക് വന്ന് സ്പെൻഡ് ചെയ്യാൻ വളരെയധികം നല്ലൊരു സമയം അത് തന്നെയായിരിക്കും കേട്ടോ. കാരണം ഈ ഒരു ടൈം നമ്മൾ വന്നത് നല്ല വെയിലുള്ള ടൈമായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ള ടൈമായിരുന്നു. എന്തായാലും സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ അടുത്തുള്ളവർക്ക് തന്നെ ഒന്ന് വരിക. ദൂരെയുള്ളവരും ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു പാസ് ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അധികം തിരക്കൊന്നും ഇല്ലായിരുന്ന സമയമായിട്ട് നമ്മൾ കുറേ സമയം തരാം. അത് കണ്ടു, അത് മെയിൻ റോഡാണ് കാണുന്നത്. അവിടെ നിന്ന് കുറച്ചുള്ളിലോട്ട് കയറിയാണ് ഇങ്ങനെ നമ്മൾ പോകേണ്ടത് കേട്ടോ. ഈ ഒരു സ്പോട്ട് കറക്റ്റായിട്ട് വരുന്നത് കരമന നന്ദിലത്ത് ജി മാർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ. ആ ഒരു നന്ദിലത്ത് ജി മാർട്ടിൻ്റെ തന്നെയുള്ളൊരു ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഈ ഒരു സ്പോട്ട്. മെയിൻ റോഡിൽ തന്നെ ആഴങ്കൽ വാഗ്വേ എന്നുള്ളൊരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വഴി മാറിപ്പോകാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ എൻട്രൻസ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നന്ദിലത്ത് ജി മാർട്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി